അച്ഛൻ വെടിയേറ്റു മരിക്കുന്നത് കൺമുന്നിൽ കണ്ടിട്ടും തളർന്നു വീഴാതെ അമ്മയെയും മക്കളെയും ചേർത്ത് പിടിക്കാൻ ധൈര്യം കാട്ടിയ എൻ്റെ സഹോദരിക്ക് വലിയൊരു സല്യൂട്ട്. ജീവനുള്ളിടത്തോളം കാലം എനിക്കവർ സഹോദരിയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിൽ മരിച്ച എറണാകുളം സ്വദേശി രാമചന്ദ്രൻ്റെ മകൾ ആരതി പറഞ്ഞ കശ്മീരിലെ സഹോദരൻ മുഹമ്മദ് മുസഫറിന് ഇനിയും ഞെട്ടൽ മാറിയിട്ടില്ല. രാമചന്ദ്രൻ സാറിൻ്റെ ഷൂ ഇപ്പോഴും എൻ്റെ കാറിനകത്തുണ്ട്. അവർ കാശ്മീരിൽ നിന്ന് വാങ്ങിയ പല സാധനങ്ങളും ഇരിക്കുന്ന കാറിൻ്റെ ഡിക്കി പിന്നീട് തുറന്നു നോക്കിയിട്ടേയില്ല. 4 ദിവസത്തിനു ശേഷവും ഇതേക്കുറിച്ച് പറയുമ്പോൾ ടാക്സി ഡ്രൈവറായ മുസഫറിൻ്റെ കണ്ണ് നിറയുന്നുണ്ട്. ഏപ്രിൽ 21 വൈകിട്ട് 6:30 ശ്രീനഗർ വിമാനത്താവളത്തിൽ നിന്ന് രാമചന്ദ്രനെയും കുടുംബത്തെയും സ്വീകരിച്ചത്. പിറ്റേന്ന് രാവിലെ അവരെ ഗുൽമാർഗിൽ കൊണ്ടുപോകാനാണ് ഉദ്ദേശിച്ചതെങ്കിലും റോപ്വേയുടെ ടിക്കറ്റ് കിട്ടാത്തതോടെ പഹൽഗാം തിരഞ്ഞെടുക്കുകയായിരുന്നു. പഹൽഗാമിൽ നിന്ന് രാവിലെ 11:30 ആരതിയെയും കുടുംബത്തെയും ബൈസരണിലേക്ക് പറഞ്ഞയച്ചു. എന്നാൽ അരമണിക്കൂറിനകം മുസഫറിന് ആരതിയുടെ കോൾ വന്നു. അമ്മയ്ക്ക് കുതിരപ്പുറത്ത് കയറാൻ സാധിക്കുന്നില്ല എന്നായിരുന്നു. തിരിച്ചുകൊണ്ടു പോകണമെന്ന് പറഞ്ഞു. തുടർന്ന് അമ്മയെ മുസഫർ കാറിൽ കൊണ്ടുവന്നിരുത്തി. പിന്നീടാണ് ആ ദുരന്തം സംഭവിച്ചതെന്ന് മുസഫർ പറയുന്നുണ്ട്. ഉച്ചയ്ക്ക് 2:20 ബൈസരൻ കുന്നിന് മുകളിൽ നിന്ന് വെടിയൊച്ചകൾ കേട്ടു. വെടിവെപ്പ് നടന്നതായി കുതിരക്കാരനും പറഞ്ഞു. ആരതിയെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അല്പം കഴിഞ്ഞ് ആരതിയുടെ ഫോൺ വന്നു. അച്ഛൻ വെടിയേറ്റു മരിച്ചു എന്നാണ് ആരതി പറഞ്ഞത്. കുട്ടികളെയും കൊണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ആരതിയോട് ആവശ്യപ്പെട്ടു. അവരെത്തുന്ന വഴിയിലുള്ള CRPF ക്യാമ്പിനടുത്തേക്ക് കാറുമായി കുതിച്ചു. ഈ സമയത്തൊന്നും അമ്മയെ ഒന്നും അറിയിക്കാതിരിക്കാൻ അയാൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. തുടർന്ന് അവരെ പഹൽഗാമിലെ ഒരു ഹോട്ടലിൽ എത്തിച്ചു. ഹോട്ടലുകാർ ചെയ്ത സഹായത്തിന് അവരെ നമിക്കണം. കുട്ടികളുടെ ചെളി പുരണ്ട വസ്ത്രങ്ങൾ അവർ വൃത്തിയാക്കി. രാത്രി 10 പഹൽഗാമിലെ ആശുപത്രിയിൽ ആരതിക്കൊപ്പം പോയി രാമചന്ദ്രൻ്റെ മൃതദേഹം തിരിച്ചറിഞ്ഞു. മൃതദേഹങ്ങളെല്ലാം ശ്രീനഗറിലെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയാണെന്നും ഹോട്ടലിലേക്ക് പോകണമെന്നും പോലീസ് നിർദ്ദേശിച്ചിരുന്നു. തുടർന്ന് അവിടെ നിന്ന് ആരതിയെയും കുടുംബത്തെയും ശ്രീനഗറിലെ ഹോട്ടലിലേക്ക് കൊണ്ടുപോകും വഴിയാണ് സുഹൃത്തായ സമീറിനെ സഹായത്തിന് വിളിച്ചത്. പിന്നീട് രാത്രി മുഴുവൻ താനും സമീറും ആരതിക്കൊപ്പം അവരെ ആശ്വസിപ്പിച്ച് ഹോട്ടലിലിരുന്നു. അമ്മ ഒന്നും അറിയാതിരിക്കാൻ ഹോട്ടലിലെ TV കണക്ഷനുകൾ വരെ വിച്ഛേദിച്ചു. പിറ്റേന്ന് രാവിലെ ആരതിയെയും കുടുംബത്തെയും വിമാനത്താവളത്തിൽ കൊണ്ടുചെന്നാക്കി. അവിടെ വെച്ച് ആരതി പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾ 2 പേരും എനിക്ക് സഹോദരങ്ങളാണ്. അതെ, ജീവനുള്ള കാലം ആ സഹോദരിയെ മറക്കില്ലെന്നും മുസഫറും സമീറും പറയുന്നുണ്ട്. കാറിലുള്ള സാധനങ്ങൾ ആരതിക്ക് അയച്ചു കൊടുക്കുമെന്നും ശ്രീനഗറിനടുത്ത് ഹാജിൻ ബാണ്ടിപുരിയിൽ കുടുംബത്തോടൊപ്പം കഴിയുന്ന മുസഫർ പറയുന്നുണ്ട്.